സ്നേഹമുള്ളവരെ, നാം നോമ്പുകാലത്തിലാണ്. ഉപവാസത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന വിശുദ്ധമായ ദിവസങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ഈ ദിവസങ്ങളിൽ കൂടുതലായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ക്രിസ്തുവിൻ്റെ ജീവിതവും അവൻ്റെ പീഡാസഹനവും ഉയർന്നു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന യോഹന്നാൻ സുവിശേഷത്തിലൂടെ പറഞ്ഞു വയ്ക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുന്ന ദിവസങ്ങളാണ് നോമ്പുകാലം. ക്രിസ്തു ഏറ്റ സഹനങ്ങളും അവൻ വഹിച്ച കുരിശുകളും അവൻ ഏറ്റ ക്ഷതങ്ങളും പരിഹാസങ്ങളും ഒക്കെയും അവൻ്റെ നേട്ടത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും നേട്ടത്തിന് വേണ്ടിയാണ് എന്ന ഒരു ചിന്ത നമ്മളെ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തന്നു. ജീവൻ നൽകാൻ തക്ക വിധം ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഈ നോമ്പുകാലത്തിലൂടെ സാധിക്കും. ദൈവത്തെ നന്ദിയോടെ അല്ലാതെ കടപ്പാടോടെ അല്ലാതെ ഓർക്കാതിരിക്കാൻ സാധിക്കുകയും അത്രമാത്രം അനുഗ്രഹവും അത്രമാത്രം സ്നേഹവുമാണ് അനുദിനമുള്ള ഓരോ നിമിഷം പോലും ദൈവസ്നേഹം വിളിച്ചു പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഓരോ ശ്വാസോച്ഛ്വാസവും ദൈവത്തിന് നന്ദിയായി അർപ്പിക്കുവാനും ദൈവത്തിന് ആരാധനയായി സമർപ്പിക്കുവാനും നമുക്ക് ഈ നോമ്പുകാലത്തിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.